നമ്മളിന്ന് പുതിയൊരു വീട്ടിലേക്ക് താമസം മാറി കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന വീട്ടിൽ നിന്ന് മാറി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണിക്കാനാണ് ഈ ഒരു വീഡിയോ. അപ്പം ഇതാണ് നമ്മൾ ഇപ്പം താമസിക്കുന്ന വീട്. അപ്പോൾ ഇവിടെ നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് തന്നെ നമുക്കൊരു മാവുണ്ട് കേട്ടോ. ചെറിയൊരു മാവ് മരമാണ്. അത് കൊള്ളാം, മാവ് കായ്ക്കും എന്നാണ് തോന്നുന്നത്. പിന്നെ സംഭവം അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കറിവേപ്പിലുണ്ട്. നമ്മളെ വീട്ടിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ചില സമയത്ത് ഇത് ഇല്ലാതെ ഒന്നും പറ്റേയില്ല, എന്നാലോ ഇത് കിട്ടാനും ചിലപ്പം പാടായിരിക്കും, മാർക്കറ്റിൽ പോകേണ്ടി വരും. ഇതൊരു കറിവേപ്പില മരമാണ്. പിന്നെ സാധാരണ എല്ലാ വീട്ടിലും ഉള്ളതുപോലെ തന്നെ ഒരു വാട്ടറിൻ്റെ കണക്ഷൻ. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഒരു ഗ്രാമപ്രദേശമാണ്. ഈ കണ്ടില്ലേ, കവുങ്ങ്, ഒരുപാട് കവുങ്ങ്, താഴ്വര, ഒരു ചെറിയൊരു കനാല്. ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു ചെറിയൊരു വലിയൊരു കനാലുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡാമിൽ നിന്ന് തുറന്നു വരുന്ന വെള്ളം, അതുകൊണ്ട് അവിടെ ആയിട്ട് വരും. ഡാമിൽ നിന്ന് തുറന്നു വരുന്ന വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ നമുക്ക് അവിടെ കുളിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഇത് വീട്ടിൻ്റെ സൈഡിലുള്ള മറ്റൊരു തെങ്ങാണ്. വീട്ടിൻ്റെ മുറ്റത്തൊരു ഐശ്വര്യമാണല്ലോ അത്. പിന്നെ പണ്ടുള്ളവർ പറയുന്ന പോലെ, പിന്നെ മുറ്റത്ത് കിണർ വെള്ളം എന്ന് പറയുന്ന പോലെ നമ്മുടെ മുറ്റത്തായിട്ടൊരു കിണറുണ്ട്. അപ്പോൾ ഈ ഒരു കിണറെന്ന് പറയുന്നത് നിറച്ചും വെള്ളമുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ്, ഈ കിണർ വെള്ളം തന്നെയാണ്. വെള്ളമുണ്ട്, നല്ല ആഴമുള്ള കിണറാണ് കേട്ടോ. ചെറിയ കിണറാണ്, വട്ടം ചെറുതാണ്, പക്ഷേ നല്ല ആഴമുണ്ട്. പിന്നെ ഗൃഹാതുരത്തെ ഓർമ്മിപ്പിക്കുന്ന, പഴയ കാലങ്ങളെ ഓർമ്മിപ്പിക്കുന്ന, ഇപ്പോൾ എല്ലാ സ്ഥലത്തും വാഷിംഗ് മെഷീനാണല്ലോ. അപ്പം ഒരു അലക്ക് കല്ല്, ഒരു പൈപ്പ്. പിന്നെ അതുപോലെ ഇതൊരു മാവാണ്, മാങ്ങ കഴിക്കുന്ന. അതിൽ കുരുമുളകുണ്ട്, 2 സെറ്റ് കുരുമുളക് ഇവിടെ ഉണ്ട്. പിന്നെ ഒരു പട്ടിക്കൂട് പോലത്തെ ഒരു സംഭവങ്ങളുണ്ട് ഇവിടെ, പട്ടിക്കൂടായിട്ട് നമുക്ക് കണക്കൂട്ടാം. പിന്നെ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ട് കയറുമ്പോൾ നമുക്ക് ആദ്യം കാണുന്ന ഒരു സിറ്റ് ഔട്ടാണ്, ഒരു വിശാലമായിട്ടുള്ളൊരു സിറ്റ് ഔട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറുന്നത് വലിയൊരു ഹാളിലോട്ടാണ്. നമ്മൾ ഹാളിലോട്ട് കയറുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ഫസ്റ്റ് കാണുന്ന ഒരു ബെഡ്റൂമാണ്. ഇത് ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ കൂടെ തന്നെ ഒരു അറ്റാച്ച് ബാത്റൂം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളിവിടെ AC ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് തണുപ്പ് കിട്ടാനായിട്ട്. ഇത് ഹാളെന്ന് പറയുമ്പോൾ ഒരു അത്യാവശ്യം ഒരു വലിയ ഹാളാണ്. ഹാളിൻ്റെ ഈ സൈഡിലായിട്ട് തന്നെ നമുക്കൊരു ഇതുണ്ട്, വാഷ് ബേസിനുണ്ട്. പിന്നെ ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്കൊരു സ്റ്റെയർ റൂമുണ്ട്, മുകളിലോട്ട് കയറി പോകാനുള്ള. മുകളിലൊരു ബെഡ്റൂമുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കോമൺ ബാത്റൂമുണ്ട് കേട്ടോ. ഒരു കോമൺ ബാത്റൂമാണ് ഇത്. അത്യാവശ്യം വെളിയിൽ നിന്നും വരുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ബാത്റൂമാണ്. ഇനി നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പോയി കാണിക്കാൻ പോകുന്നത് നമുക്ക് കിച്ചണാണ് കേട്ടോ. ഈ കിച്ചൺ എന്ന് പറയുമ്പം കിച്ചൺ ആണല്ലോ, കിച്ചൺ എന്നാണല്ലോ അടുക്കളയെ പറയുക. അപ്പോൾ അടുക്കള എന്ന് മലയാളത്തിലും കിച്ചൺ എന്ന് ഇംഗ്ലീഷിലും പറയും. ഇയാളാണ് അടുക്കളക്കാരി. അടുക്കളക്കാരി വലിയ തിരക്കിലാണ്, അടുക്കളയുടെ തിരക്കിലാണ്. ഇത് ചിക്കൻ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ ചിക്കൻ വാങ്ങിച്ചിട്ട് ചിക്കൻ നമുക്ക് ഇച്ചിരി ബിരിയാണി വെക്കാം എന്നുള്ള രീതിയിൽ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിവിടെ വന്നതാണ്, താമസം തുടങ്ങിയതാണ്. അപ്പോൾ ഇത് ബാക്കിയുള്ള അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അത് പിന്നെ വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ കാക്കമാരുണ്ട് കേട്ടോ വെളിയിൽ, ഇഷ്ടംപോലെ കാക്കകൾ ഉണ്ട്. പഴമയെ ഓർമ്മിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു പരിസരവും ആ ഒരു വീടുമാണ്. ഇവിടെ സിറ്റിയിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മളിവിടെ താമസിക്കുമ്പോൾ എന്തുകൊണ്ടും അതിമനോഹരമാണ്, മനസ്സിന് ഒരു സന്തോഷമാണ്. അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ കാരണം. അപ്പോൾ നമ്മൾ മുകളിലത്തെ ബെഡ്റൂം കാണിച്ചു തരാം. മുകളിലത്തെ ബെഡ്റൂം എന്ന് പറയുമ്പം ഒരു വലിയൊരു ബെഡ്റൂമാണ്, നല്ല വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂമാണ്, നല്ല വലിയ ബെഡ്റൂമാണ്. ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബെഡ്റൂമാണ്. കാരണം എന്ന് പറഞ്ഞാൽ താഴത്തെ ഒരു അടുക്കളയും ഒരു ബെഡ്റൂമും കൂടെ ഒന്നാക്കിയതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബഡാ ബാത്റൂം, ടോയ്ലറ്റ്, വിശാലമായിട്ടുള്ളൊരു ടോയ്ലറ്റ്. അപ്പോൾ ഇനിയുള്ളത് നമ്മളെ വെറും വെളിയിലോട്ട് ഇറങ്ങുന്ന ആ ഒരു സ്ഥലമാണ്. ഇതാണ് നമ്മളെ മുകളിലെ സിറ്റ് ഔട്ട് ബാൽക്കണി. ഇവിടെ നിന്നുകൊണ്ട് നല്ല വ്യൂ ആണ് കണ്ട. പഴയ ആളുകൾ പറയുന്ന പോലെ ഇവിടെ ഇരുന്നു കൊണ്ട് വൈകിട്ട് ഒരു 2 എണ്ണം വീശി ഈ പ്രകൃതിയെ നോക്കി ജീവിതത്തിൻ്റെ വരുന്ന ദിവസങ്ങളിലോട്ടുള്ള ആ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ആ ഒരു സ്ഥലമാണ്. വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ്, നല്ല കാറ്റുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇലയപ്പം വല്ലതും ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് പറ്റിയ ഇലയുണ്ട് കേട്ടോ. ഇവിടെ ഉപ്പില, നമ്മൾ കണ്ണൂരൊക്കെ ഉപ്പില എന്ന് പറയും, പക്ഷെ ഇവിടെ തിരുവനന്തപുരത്ത് വട്ടയില എന്ന് പറയും. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ റബ്ബറാണ്.
അതുകൊണ്ട് ആ വീടിൻ്റെ സൈഡിലൊക്കെ റബ്ബറാണ്, താഴോട്ടൊക്കെ ഇഷ്ടം പോലെ വീടുകളുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, ഇവിടെ ഏറ്റവും കൂടുതൽ മനോഹരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് താഴെയാണ്. ആ കവുങ്ങിൻ തോട്ടവും തെങ്ങിൻ തോട്ടവും.